ഗുരുവായൂർ കേശവൻ്റെ അനുസ്മരണ ദിനമാണ് ഇന്ന്. ഗുരുവായൂർ ഏകാദശിയുടെ ഒരു ദിവസം മുന്നെയാണ് ഗുരുവായൂർ കേശവൻ എന്ന ഗൃജകേസരിയുടെ അനുസ്മരണം. ഗുരുവായൂരിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ കാണാതെ പോകാറില്ല. 1976 ഡിസംബർ 2 ഗുരുവായൂർ കേശവൻ എന്ന ആന ഗുരുവായൂരിൽ ചെരിഞ്ഞത്. ഗുരുവായൂർ കേശവൻ എന്ന ആന പിറവിയെടുത്തത് നിലമ്പൂർ കാടുകളിൽ വെച്ചാണ്. നിലമ്പൂർ കാടുകളിൽ വെച്ച് പിറവിയെടുത്ത ആനക്കുട്ടി നിലമ്പൂർ കോവിലകത്തിന് വാരിക്കുഴിയിൽ നിന്നാണ് ഈ ആനക്കുട്ടിയെ കിട്ടിയത്. നിലമ്പൂർ കോവിലകത്തെ 12ാമത്തെ ആനക്കുട്ടിയായി ഗുരുവായൂർ കേശവൻ വളർന്നു. 1921 മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നിലമ്പൂർ കോവിലകവും ആക്രമിക്കപ്പെട്ടു. ആ സമയത്ത് നിലമ്പൂർ കോവിലകത്തിലെ വിലപിടിപ്പുള്ള എല്ലാം നഷ്ടപ്പെട്ടതിനോടുകൂടി നിലമ്പൂർ കേശവനെയും രാജകുടുംബത്തിന് നഷ്ടമായി. കുട്ടി കേശവനെ തിരികെ കിട്ടിയാൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നടയിരുത്താമെന്ന് രാജകുടുംബം നേർച്ച നേർന്നു. കേശവനായി എല്ലാ നാട്ടിലും അന്വേഷണം തുടങ്ങി. ഭടന്മാർക്ക് കേശവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ആ കാട്ടിലൂടെ നടക്കുന്ന ഒരു വഴിപോക്കൻ കേശവനെ കണ്ടെത്തുകയും ആ വഴിപോക്കൻ ആനയെ രാജകുടുംബത്തിൽ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പൻ വേഷം മാറി വഴിപോക്കനായി ആനയെ കൊണ്ടുവന്നതാണ് എന്നാണ് വിശ്വാസികൾ ഇന്നും വിശ്വസിക്കുന്നത്. അങ്ങനെ രാജകുടുംബം ഗുരുവായൂർ കേശവനെ ഗുരുവായൂരിൽ നടയെടുത്തുകയും ഗുരുവായൂരിൽ ആന ഗുരുവായൂരപ്പൻ്റെ തിടമ്പേറ്റാനും ആനയോട്ടത്തിനും ഏകാദശിക്ക് സ്വർണ്ണക്കോലം എഴുന്നള്ളുന്നതിനും വേണ്ടി ഗുരുവായൂർ കേശവനായിരുന്നു മുന്നിൽ. 1976 ഡിസംബർ 2 ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞത്. അതിനുശേഷം എല്ലാ ഏകാദശി ദിവസത്തിൻ്റെയും തലേനാൾ ഗുരുവായൂർ കേശവൻ്റെ അനുസ്മരണം ഗുരുവായൂരിൽ വളരെ വിപുലമായ ആനകളുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നു. ഗുരുവായൂരിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനകളിൽ ഒരു ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ. ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ കേശവനാണ് എല്ലാ ഏകാദശി നാടുകളിലും ചെയ്തിരുന്നത്. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാണ് ഗുരുവായൂർ കേശവൻ്റെ സ്റ്റാച്ചു നിലനിൽക്കുന്നത്. മരപ്രഭുവിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് സ്റ്റാച്ചു ഇപ്പോൾ നിലനിൽക്കുന്നത്. എല്ലാവരും ഗുരുവായൂരിൽ വരുമ്പോൾ ഗുരുവായൂർ കേശവൻ്റെ ഈ സ്റ്റാച്ചു കാണാതെ പോകാറില്ല.